ശ്രീ അനിൽ വിളയിൽ ഇപ്പോൾ ഇതാ സുധീഷ് കുമാർ കൂടി ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യം നൽകുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. കാരണം ഇടക്കാല കുറ്റപത്രം പോലും SIT നൽകിയിട്ടില്ല. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? വളരെ ദുഃഖകരമായ സാഹചര്യമാണ്. കാരണം നിയമവ്യവസ്ഥ അനുസരിച്ച് കോടതികൾക്ക് ഇവർക്ക് ജാമ്യം കൊടുത്തേ സാധിക്കുകയുള്ളൂ. കാരണം 90 ദിവസത്തിനകം കുറ്റപത്രം ഫയൽ ചെയ്തില്ലെങ്കിൽ ജാമ്യം കിട്ടുക എന്നുള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഗുരുതരമായൊരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഇതിന്റെ ഗുരുതരമായ സാഹചര്യം പരിഗണിച്ച് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ്. ഞങ്ങളോടുകൂടി ഇതിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതായി മാറണം, ഇനി ആരും ഇതിനകത്തേക്ക് കടന്നു വരരുത് എന്ന രീതിയിലുള്ള അന്വേഷണമാണ് ഇതിനകത്ത് SIT അവലംബിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ ഇതുവരെ അറസ്റ്റ് ചെയ്ത വ്യക്തികളെക്കാൾ ഉയർന്ന ലെവലിലുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്യരുത്, ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടു പോകണം എന്നുള്ള വളരെ വലിയൊരാഗ്രഹം SITക്കുണ്ട്. SIT അപ്രകാരം ആഗ്രഹിക്കുന്നതിന്റെ കാരണം അവരുടെ മുകളിലുള്ള സമ്മർദ്ദമാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്കും പിണറായി വിജയനിലേക്കും AK സെന്ററിലേക്കും ഒന്നും ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു വിധമായ അന്വേഷണവും പോകരുത് എന്നുള്ള ആത്മാർത്ഥമായ സമീപനം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഇവരൊക്കെ ജാമ്യം കിട്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുറത്തു നിൽക്കുന്ന കുറ്റവാളികളെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന വ്യക്തികൾക്ക് ജാമ്യത്തിൽ ഇറങ്ങിയവരുമായി സംവദിക്കാനുള്ള അവസരമുണ്ടാകും. അങ്ങനെ ഒരു സംവദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് എന്തൊക്കെയാണ് ചോദിച്ചത്, ഞങ്ങൾക്കെതിരായിട്ട് വല്ലതും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളോ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ച് ഇനി ഏതെങ്കിലും രീതിയിൽ അറസ്റ്റിലാകേണ്ടവരുണ്ട് എങ്കിൽ അവർക്ക് കഥകൾ ഉണ്ടാക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഈ കേസിനെ ബലഹീനപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്കും ജാമ്യം ഉടൻ തന്നെ മാലപ്പടക്കം പോലെ ബാക്കിയുള്ളവർ ഉടനെ പുറത്തോട്ടിറങ്ങുന്ന ഒരു കാഴ്ച കാണാൻ നമുക്ക് സാധിക്കും. SITക്ക് എന്താണ് ഇത്ര മടി? ഒരു ഇടക്കാല ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാമല്ലോ. കാരണം പ്രാഥമികമായിട്ട് പ്രഥമ ദൃഷ്ട്യാ ഇത്രയും ആൾക്കാർ കുറ്റക്കാരായതുകൊണ്ടാണല്ലോ ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിട്ടത്. അതുകൊണ്ട് ഒരു സ്വാഭാവികമായ ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്തത് SITയുടെ മുകളിലുള്ള വലിയൊരു സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്.